ഹജ്ജ് ഒരു ലോകക്രമം നമ്മെ പഠിപ്പിക്കുന്ന വളരെ മഹത്തായ ഒരു ആരാധനാ കർമ്മമാണ്. മനുഷ്യന് ആവശ്യമായ സുഭിക്ഷതയും സുരക്ഷിതത്വവും എങ്ങനെ ഉറപ്പുവരുത്താമെന്ന ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ജീവിത ദർശനമാണ് ഹജ്ജിലൂടെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത്. രണ്ടാമതായി നമ്മുടെ മക്കളെക്കുറിച്ച് വലിയ പ്രതീക്ഷകളും വലിയ ആഗ്രഹങ്ങളൊക്കെ നിലനിർത്തുമ്പോൾ കാലത്തിനൊത്ത സന്താനങ്ങൾ എന്തായിരിക്കണമെന്നാണ് ഹസ്രത്ത് ഇസ്മായിൽ നബി അലൈഹിസ്സലാമയുടെ ജീവിതത്തെ മുൻനിർത്തിയിട്ട് നമ്മൾ മനസ്സിലാക്കിയത്. കഴിഞ്ഞ 4000 വർഷങ്ങളായി നമ്മൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ അനുസ്മരിച്ചു കൊണ്ടിരിക്കുകയാണ്. അനുസ്മരിക്കുകയല്ല സത്യത്തിൽ നമ്മൾ ചെയ്യുന്നത്. ഇത്രയും നാളായി നമ്മൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ പിൻപറ്റുകയാണ് ചെയ്യുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ജീവിതത്തെ പിൻപറ്റുന്നവരുടെ മുമ്പിൽ ഞാൻ ഒന്നാമനാണ് എന്നാണ് നമ്മുടെ ഓരോ നമസ്കാരങ്ങളിലൂടെയും നമ്മൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, ഹജ്ജിലെ ആകെ നമ്മൾ എല്ലാ ആരാധനാ കർമ്മങ്ങളും എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ആകെ തുക നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ എല്ലാ നമസ്കാരത്തിലൂടെയും നമ്മൾ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. വജ്ജഹത്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർദ്. ഞാൻ എൻ്റെ ജീവിതത്തെ, എൻ്റെ മുഖത്തെ തിരിച്ചു നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാനാകുന്ന മനുഷ്യൻ്റെ ആ വ്യക്തിത്വത്തിൻ്റെ അടയാളമാണ് എൻ്റെ മുഖം എന്ന് പറയുന്നത്. ആ മുഖത്തെ ഞാൻ തിരിച്ചു വച്ചിരിക്കുന്നു. ഈ ആകാശഭൂമികളുടെ ഈ മഹാപ്രപഞ്ചം എങ്ങനെയാണോ ഒരു ക്രമത്തിൻ്റെ കീഴിൽ അള്ളാഹുവിന് വിധേയപ്പെട്ടിരിക്കുന്നത്, അതിനനുസരിച്ച് ഞാനും എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തിയിരിക്കുന്നു, ചിട്ടപ്പെടുത്തിയിരിക്കുന്നു. ഹനീഫൻ മുസ്ലിമൻ, അസത്യത്തിന് തെറ്റുകുറ്റങ്ങൾക്ക് നേരെ പുറംതിരിഞ്ഞു നിന്നുകൊണ്ട് ഹനീഫൻ. ഹനീഫൻ എന്ന് പറഞ്ഞാൽ പല പ്രാവശ്യം നമ്മുടെ മിമ്പറിൽ പറഞ്ഞിട്ടുണ്ട്. നേരെ ചൊവ്വയുള്ളവെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തെറ്റിൽ നിന്ന് പുറംതിരിഞ്ഞു നിൽക്കുന്നവൻ, ഒരിക്കലേക്കും തെറ്റുകുറ്റങ്ങളിലേക്ക്, അബദ്ധങ്ങളിലേക്ക്, ഈ പ്രപഞ്ചത്തിൻ്റെ ഈ പ്രകൃതിക്ക് എതിരായിട്ട് ഒരിക്കലും ചലിക്കാത്തവണ്ണം ഹനീഫും മുസ്ലിമും അനുസരണയുള്ളവനായിക്കൊണ്ട് വമാ കാന മിനൽ മുശ്രിക്കീൻ, എൻ്റെ ജീവിതത്തിൽ ഒരു തലത്തിലും ഷിർക്ക് സംഭവിക്കുകയില്ല. എന്നിട്ടോ അവിടെ നിന്നാണ് ഞാൻ എൻ്റെ ആരാധന കർമ്മങ്ങൾ, ഇന്ന സ്വലാത്തി വനുസിക്കി വമഹിയായ വമമാത്തി, എൻ്റെ ജീവിത മരണങ്ങൾക്കിടയിൽ എന്തൊക്കെയുണ്ടോ എൻ്റെ ചലനങ്ങൾ, അതെല്ലാം നിനക്ക് വേണ്ടിയാണ് റബ്ബേ. ലാ ശരീക ലഹു, അവിടെ എനിക്ക് നിന്നിൽ ഒരിക്കലും ഞാൻ പങ്കുകാരെ ചേർക്കുകയില്ല. അവിടെ അബദ്ധങ്ങൾ സംഭവിക്കുകയില്ല, അവിടെ കൃത്രിമത്വങ്ങൾ സംഭവിക്കുകയില്ല. നിന്റെ താല്പര്യത്തിന്, നിന്റെ കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് ഞാൻ നിലനിൽക്കുകയുള്ളൂ. വബിദാലിക ഉമിർതു അന മിനൽ മുസ്ലിമീൻ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, എത്ര കൃത്യമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ആ ചുവടുവെപ്പുകളെ പിന്തുടർന്നുകൊണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയോട് അല്ലാഹ് പറഞ്ഞല്ലോ, അസ്ലിം, ഇബ്രാഹിമേ നീ മുസ്ലിമാകുക. ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. ലോകരക്ഷിതാവിന്, ഈ ലോകം തന്റെ രക്ഷിതാവിന്, തന്റെ റബ്ബിന് എങ്ങനെയാണോ കീഴൊതുങ്ങിയിരിക്കുന്നത് അതുപോലെ ഞാനും കീഴൊതുങ്ങിയിരിക്കുന്നു. ഈ ഇബ്രാഹിം നബിയുടെ ജീവിതത്തെയാണ് നമ്മൾ നിത്യവും വജ്ജഹത്തു തൊട്ട് അനമിനൽ മുസ്ലിമീൻ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ആ ജീവിതത്തെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഞാനും
അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് നമ്മൾ അള്ളാഹുവിനോട് വാഗ്ദാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമസ്കാരത്തിൽ. എന്തായിരുന്നു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ ജീവിത ആദർശം? ഇസ്ലാമായിരുന്നു. അദ്ദേഹം അത് നടപ്പാക്കിയത് ജീവിതത്തിന്റെ എല്ലാ മേഖലയിലുമായിരുന്നു. ആ ആദർശത്തെ അപ്ലൈ ചെയ്തത്, താൻ ഉൾക്കൊണ്ട ആദർശത്തെ പ്രയോഗവൽക്കരിച്ചത്. റബ്ബിജ്അൽ ഹാദാ ബലദൻ ആമിന, ഒരു അടിസ്ഥാന ആദർശത്തിൽ നിലനിന്നുകൊണ്ട് എൻ്റെ ജീവിതത്തിന്റെ മൗലികമായ രണ്ട് വശങ്ങളെ മുൻനിർത്തിയിട്ട് എൻ്റെ ജീവിതത്തിന്റെ സുരക്ഷിതത്വത്തെയും എൻ്റെ ജീവിതത്തിന്റെ സുഭിക്ഷതയെയും നിലനിർത്തിക്കൊണ്ട് അതിനാവശ്യമായ മുൻകരുതലുകൾ എടുത്തപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നത് നമ്മൾ ഉരുചാൻ വയറ് നിറക്കാനാണ്, ആഹാരത്തിനാണ്. നമുക്ക് പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ സാമ്പത്തിക, ദീനുൽ ഇസ്ലാമിന്റെ സാമ്പത്തിക വശത്തെ തൗഹീദ് തെറ്റിപ്പോകുന്നത് സമ്പാദന മേഖലയിൽ അറിഞ്ഞോ അറിയാതെയോ. ലാ ശരീക ലഹു വബിദാലിക ഉമിർതു, റബ്ബേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും ശിർക്ക് ചെയ്യുകയില്ല എന്ന് പറഞ്ഞ, എന്നും 5 നേരം ഞാൻ പറയുന്ന ഞാൻ എൻ്റെ സാമ്പത്തിക വിഷയത്തിൽ തൗഹീദിന് വിരുദ്ധമായി ഞാൻ ശിർക്ക് ചെയ്യുന്നുവെങ്കിൽ അതെന്റെ ജീവിതത്തിന്റെ സുഭിക്ഷതയ്ക്ക് വേണ്ടിയിട്ടാണ്, എൻ്റെ ജീവിതത്തിന്റെ വയറ് നിറക്കാൻ അന്നത്തിന് വേണ്ടിയിട്ടാണ്. പലപ്പോഴും ഞാൻ ഇവിടുത്തെ സാമൂഹിക രാഷ്ട്രീയ സംസ്കാരങ്ങളോട് എൻ്റെ ജീവിതത്തിനെ തൗഹീദിനെ കളങ്കപ്പെടുത്തിക്കൊണ്ട് ഞാൻ പലപ്പോഴും രാജിയാകുന്നുണ്ട് എങ്കിൽ അതെന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്. എൻ്റെ സുരക്ഷിതത്വം, എൻ്റെ ജീവിതം നന്നാകണം. ഇവിടെയാണ് നമ്മൾ ഒരു പുനർവിചിന്തനം നടത്തേണ്ടത്. നമ്മൾ ഇബ്രാഹിമിന്റെ പിന്മുറക്കാരാണോ? ജീവിതത്തിൽ 5 നേരവും വജ്ജഹത്ത് തൊട്ട് പ്രഖ്യാപിച്ച് ഇബ്രാഹിം ഈ മാർഗത്തിലെ യഥാർത്ഥ മുസ്ലിമാകുമെന്ന് പറയുന്ന നാം നമ്മുടെ ജീവിതത്തിന്റെ ഏത് മേഖലയിലാണ് നമ്മൾ ഇസ്ലാമിയത്തിനെ പരിപൂർണമായി സംരക്ഷിക്കുന്നത്? എന്നിട്ടോ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ആ കഅബം പടുത്തുയർത്തിയത് ഒരു അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടായിരുന്നു. ആ കഅബം ഒരു പ്രതീകമാണ്. താൻ തുടങ്ങി വെച്ചിടത്ത് നിന്ന് തനിക്ക് ശേഷം ലോകാവസാനം വരെ തന്റെ ആദർശത്തിൽ നിലകൊള്ളുന്ന ഒരു ഉമ്മത്തുൻ മുസ്ലിമ ഉണ്ടായിട്ട് വരണം. അതുകൊണ്ടാണല്ലോ ആ കഅബം പടുത്തുയർത്തിയതിനു ശേഷം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയും തന്റെ മകനും കൂടെ പ്രാർത്ഥിക്കുന്നത്, റബ്ബനാ വജഅൽനാ മുസ്ലിമീന ലക വമിൻ ദുർരിയ്യതിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക. അവർക്ക് നിലകൊള്ളാൻ ഒരു കേന്ദ്രം, കഅബ നമ്മുടെ ഖിബ്ല, നമ്മുടെ ആദർശ കേന്ദ്രം. ഈ മില്ലത്തിനെ ഉൾക്കൊണ്ടവർ ഒരേ ദിശയിലേക്ക് തിരിഞ്ഞു നിന്ന് പ്രഖ്യാപിക്കുന്നത് അന മിനൽ മുസ്ലിമീൻ. ആ ഇബ്രാഹിം നബി ഒരു ആദർശ കേന്ദ്രത്തിൽ തിരിഞ്ഞു നിന്ന് നമ്മൾ പ്രഖ്യാപിക്കുന്നു, ആ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തുടങ്ങി വെച്ച ഉമ്മത്തിൻ മുസ്ലിമയുടെ ഭാഗമാണ് ഞാൻ, ആ സന്താന പരമ്പരയിൽപ്പെട്ടവനാണ് ഞാൻ. എനിക്ക് ശേഷം എൻ്റെ തലമുറകളിലൂടെ ഈ പൈതൃകം കഅബ മന്ദിരം പടുത്തുയർത്തിയിട്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നത്, എനിക്ക് ശേഷം ഈ ആദർശം നിലനിർത്തുന്ന, ഇസ്ലാമിയത്ത് നിലനിർത്തുന്ന, എന്റെ ജീവിതത്തെ ഞാൻ പരിപൂർണമായി സമർപ്പിച്ച ഇസ്ലാം ഉണ്ടല്ലോ, ആ ഇസ്ലാം എനിക്ക് ശേഷം എന്റെ മക്കളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടണം. ഇതിന് സാധ്യമാകുന്ന സംവിധാനങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ചത്. അവിടെ കഅബ മാത്രമല്ല പടുത്തുയർത്തിയത്, അവിടെ തനിക്ക് വേണ്ടിയിട്ടുള്ള സന്താന പരമ്പരകൾക്ക് വേണ്ടിയിട്ട് മാത്രവുമല്ല ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ചത്. റബ്ബനാ വബ്അസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാത് വയുസക്കിഹിം
എനിക്ക് ശേഷം വരുന്ന എൻ്റെ സന്താനങ്ങളെ സംസ്കരിക്കുന്ന കാലഘട്ടത്തിലെ അപജയങ്ങളെ, കാലഘട്ടത്തിലെ തിന്മകളെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള മനുഷ്യർക്ക് അള്ളാഹുവിന്റെ ശാസനകളിൽ നിന്ന് അകന്നു പോകാത്ത വണ്ണം ആ വേദത്തിൽ ഊന്നി നിന്നുകൊണ്ട് ജീവിക്കാൻ അനുസൃതമായ മാർഗദർശനം ചെയ്യപ്പെടുന്ന പ്രവാചകനും കൂടെ കടന്നു വരണം. അങ്ങനെയാണല്ലോ ഹാത്തിമുൽ അംബിയ, ഹാത്തിം അബുൽ അംബിയ ആരാണ്? അബുൽ അംബിയ ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയാണ്. ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയിൽ നിന്ന് തുടങ്ങി ഹാത്തിമുൽ അംബിയ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെ നീണ്ടു നിൽക്കുന്ന ഒരു സന്താന പരമ്പര, ഒരു പ്രവാചക പരമ്പര. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ മക്കൾ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം, ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം, രണ്ട് മക്കൾ. ഈ രണ്ട് മക്കളിൽ നിന്ന് തന്നെ സന്താന പരമ്പര രണ്ടായിട്ട് തിരിയുന്നുണ്ട്. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമയുടെ സന്താന പരമ്പര എത്തിച്ചേരുന്നത് ഹസ്രത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കാണ്. ഇസ്മായിൽ നബിയിൽ നിന്നും ഒരു നീണ്ട പ്രവാചക പരമ്പര തന്നെ, ഇസ്രായേലി പ്രവാചക പരമ്പര അങ്ങനെ വന്നതാണ്. ഇസ്മായിൽ നബിയുടെ മകൻ ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്ഹാഖ് നബി, ഇസ്മായിൽ നബി മറ്റൊരു മകൻ. ഈ ഇസ്ഹാഖ് നബിയുടെ പുത്രൻ യാക്കൂബ് നബി. യാക്കൂബ് നബിയുടെ മറ്റൊരു പേരാണ് എന്ത്? ഇസ്രായേൽ. ആ ഇസ്രായേൽ പ്രവാചകന്റെ സന്താന പരമ്പരയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരുപാട് പ്രവാചകൻ, ഹസ്രത്ത് ഈസാ നബി അലൈഹി ഇസ്ലാം വരെ നിലനിൽക്കുന്ന ഹസ്രത്ത് മൂസ, ഈസ തുടങ്ങി ഒരു 10-20 പ്രവാചകന്മാരെ തന്നെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ രണ്ട് സന്താന പരമ്പരകളായിട്ട് കൈമാറ്റം ചെയ്യപ്പെട്ട ദീനുൽ ഇസ്ലാം നമുക്ക് പൈതൃകമായിട്ട് അള്ളാഹു നമുക്ക് നൽകിയതാണ്. ഈ പൈതൃകം നമ്മളത് ഏറ്റെടുക്കണം. ഒരു ഉപ്പ മരിക്കുമ്പോഴുണ്ടല്ലോ പൈതൃക സമ്പത്തുണ്ടല്ലോ, അനന്തര സ്വത്ത്, ഇത് നമ്മൾ ഏറ്റെടുക്കുകയല്ലേ ചെയ്യുക. ഒരു ഉപ്പ ഇങ്ങനെ മരിക്കാൻ കിടക്കുക, മക്കളെയൊക്കെ വിളിച്ചു കൂട്ടി അടുത്തിരുത്തി. ഉപ്പ പറഞ്ഞു, എന്താ ഉപ്പ പറഞ്ഞിട്ടുണ്ടാവുക? എൻ്റെ ഇന്നാലിൻ്റെ പ്രദേശത്ത് ഇന്നാലിൻ്റെ ഭൂമി ഇന്നാലിൻ്റെ മകന്, അല്ലേ? ഇന്നാലിൻ്റെ കെട്ടിടം ഇന്നാലിൻ്റെ മകന്. അടുത്തവർക്ക് ഇങ്ങനെ സ്വത്ത് വിഭജിച്ചു കൊടുക്കുക. ഒരു ഉപ്പ മരണപ്പെടുന്ന നേരത്ത് മക്കളെ എല്ലാവരെയും വിളിച്ചു. എന്നിട്ട് ഉപ്പ പറഞ്ഞു, താൻ കൈമാറിയ അനന്തര സ്വത്ത്, ആ പൈതൃക സമ്പത്ത് കൈമാറുകയാണ്. അം കുൻതും ശുഹദാ ഇദ് ഹദറ യഅ്ഖൂബൽ മൗത്ത് ഇദ് ഖാലത് ലിബനി. ആസന്നമരണനായ യഅ്ഖൂബ് അലൈഹിസ്സലാം തന്റെ മക്കളെ എല്ലാവരെയും വിളിച്ചു. ഇദ് ഖാലത് ലിബനി, എന്നിട്ട് മക്കളോട് ചോദിച്ചു, മാ തഅബുദൂന മിൻ ബഅദി. അല്ല മക്കളെ, പൊന്നാര മക്കളെ, അല്ലേ, എന്താ വേണ്ടത് നിങ്ങൾക്ക്, അല്ലെ? അങ്ങനെ ചോദിക്കൂലേ? അങ്ങനെ അനന്തര സ്വത്ത് ചോദിക്കുന്നത് കൊണ്ടോ പങ്കുവെക്കണതോ ഒന്നും തെറ്റല്ല കേട്ടോ, അത് വേറൊരു വിഷയം. പക്ഷെ ഒരു ഉപ്പ കൈമാറിയ അനന്തര സ്വത്ത് ഇസ്ലാമായിരുന്നു. നിങ്ങൾ എനിക്ക് ശേഷം എന്തിനെയാണ് നിങ്ങൾ ഇബാദത്ത് ചെയ്യുക? ഉടനെ ആ മക്കൾ പറഞ്ഞു, ഖാലൂ നഅബുദു ഇലാഹക വ ഇലാഹ ആബായിക വ ഇസ്ഹാഖ ഇലാഹ ആബായിക ഇബ്രാഹിമ വ ഇസ്മാഈല വ ഇസ്ഹാഖ ഇലാഹൻ വാഹിദ വ നഹ്നു ലഹു മുസ്ലിമൂൻ വ നഹ്നു ലഹു മുസ്ലിമൂൻ. ഉപ്പ കൈമാറി വന്നില്ലേ? നിങ്ങളിങ്ങനെ കൈമാറി വന്നില്ല. ഉപ്പാക്ക് എവിടുന്നാണ് ഈ സ്വത്ത് കിട്ടിയത്? ഇബ്രാഹിം പിതാവിൽ നിന്ന്, ഇസ്മായിൽ പിതാവിൽ നിന്ന്, ഇസ്ഹാഖ് പിതാവിൽ നിന്ന് കൈമാറി കിട്ടിയ അനന്തര സ്വത്തുണ്ടല്ലോ, ആ അനന്തര സ്വത്ത് തന്നെ ഞങ്ങളും അങ്ങ് ഏറ്റെടുത്ത് ഞങ്ങൾ നിലനിർത്തി അടുത്ത തലമുറക്ക് കൈമാറും. എന്തായിരുന്നു അനന്തര സ്വത്ത്?
വനഹ്നു ലഹു മുസ്ലിമൂൻ. ഞങ്ങൾ ഉപ്പയെ പോലെ നിങ്ങളെപ്പോലെ തന്നെ മുസ്ലിമായിട്ട് നിലകൊള്ളും. അവിടുന്ന് ഖാത്തിമുൽ അംബിയ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഈ സ്വത്ത് ഇപ്പം നമ്മുടെ കൈ വന്നിരിക്കുകയാണ്. അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള ഓരോ ഹജ്ജിനും നമ്മൾ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഈ അനന്തര സ്വത്ത് ഇസ്ലാം, ഈ തൗഹീദ്, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലാ ശരീക ലക് ഇന്നൽ ഹംദ. നമുക്ക് അറിഞ്ഞൂടെ, തൽബിയത്ത് അറിയാലോ. നിന്റെ വിളിക്കുത്തരമായി ഞങ്ങൾ വന്നു നിന്നുകൊണ്ട് ചെയ്യുന്നത് ആ തൗഹീദി കേന്ദ്രത്തിൽ നിന്നുകൊണ്ട് ഒരു പിതാവ് സ്ഥാപിച്ച തൗഹീദിന്റെ ആദർശം ഞങ്ങളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന പ്രഖ്യാപനമാണ്. ഈ പാരമ്പര്യം ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ ഇസ്ലാമിയത്ത് നിലനിർത്താൻ നമുക്ക് കഴിയണം. അതിൻ്റെ ആ ഒരു ബന്ധം മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ വജ്ജഹത്തൂൽ പറയുന്നുണ്ടല്ലോ. എന്താണ് വജ്ജഹത്തൂലൂടെ? വജ്ജഹത്തു വജിഹിയ ലില്ലദീ ഫത്തറ സമാവാതി വല്ലർദ് ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ. ഞാൻ മുശ്രിക്കുകളിൽപ്പെട്ടവനല്ല, ഞാൻ നിനക്ക് മാത്രം കീഴ്പ്പെടുന്നവനാണ്. എൻ്റെ ആരാധനകളും അനുഷ്ഠാനങ്ങളും ഇന്ന സ്വലാത്തി വനുസുക്കി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ എന്ന് പറയുമ്പോൾ അർത്ഥം എന്താ? ആ ഒരു ഇബ്രാഹിം നബിയുടെ ആ ജീവിതത്തെ മുഴുവൻ ഞാൻ ഏറ്റെടുത്ത് ഞാൻ പ്രഖ്യാപിച്ചിട്ട് അവസാനം നമ്മൾ എന്താ ചെയ്യുന്നത്? നമസ്കാരത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമസ്കാരത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ അങ്ങനെ പറയാം. നമസ്കാരവും നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്ന ഒരു ക്രമമാണല്ലോ. ആ നമസ്കാരം അവസാനിക്കാൻ പോകും. ആ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ ജീവിതത്തെ മുൻനിർത്തി എൻ്റെ നമസ്കാരം, എൻ്റെ പ്രാർത്ഥന ഞാൻ തുടങ്ങിയിട്ട് അത് അവസാനിക്കുന്നത് എങ്ങനെയാ? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വ അലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വ അലാ ആലി ഇബ്രാഹിം വബാരിക് അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദിൻ കമാ ബാരക്ത അലാ ഇബ്രാഹിം വ അലാ ആലി ഇബ്രാഹിം. ഒരു ആദർശ പിതാവിന്റെ ജീവിതത്തെ പ്രഖ്യാപിച്ചിട്ട് ആ ആദർശം, ആ പാരമ്പര്യം, ആ പൈതൃകം നമുക്ക് പകർന്നു തന്ന പ്രവാചകനെ ആ പ്രവാചകനുമായിട്ട് ചേർത്ത് നിർത്തുകയാണ്. നമ്മൾ സ്വലാത്തൊന്ന് ചിന്തിച്ചു നോക്കിയേ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എന്ന് പറയുന്നത് ആ ജീവിതത്തെ മൊത്തം ബന്ധപ്പെടുത്തിയിരിക്കുന്ന ആ ഒരു ലിങ്ക് ഉണ്ടല്ലോ, ഒരു സെർവർ പോയിന്റ്. ആ കേന്ദ്രമേതാ? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ ജീവിതം കാരണം എന്ത് അനുഗ്രഹങ്ങളാണോ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമക്ക് ലഭിച്ചത്, അതേ ജീവിതത്തിന്റെ തുടർച്ചക്കാരൻ എന്ന നിലയിൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ആ അനുഗ്രഹം ലഭിക്കണം. അവിടെ നിന്നില്ല. വഅലാ ആലി മുഹമ്മദിൻ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ സന്താന പരമ്പരക്ക് ലഭിച്ച പോലെ തന്നെ ആലി മുഹമ്മദ് നബിയുടെ കുടുംബത്തിനും അഹ്ലുകാർക്കും ലഭിക്കണം. ആരാണ് അഹ്ലുകാർ? മുഹമ്മദ് നബിയുടെ അഹ്ലുകാരാരാ? അബൂജഹല മൂത്താപ്പയാണല്ലോ, എളാപ്പയാണല്ലോ. അബൂലഹബാണോ മുഹമ്മദ് നബിയുടെ ഏറ്റവും അടുത്ത ആള്? അല്ല. ആരാണോ മുഹമ്മദ് നബിയെ പിൻപറ്റിയ പിൻതലമുറക്കാർ, പിന്തുടർച്ചക്കാർ, നമുക്കത് ലഭിക്കണമെന്നാണ്. അപ്പൊ എന്തൊരു ബന്ധമാണ്! ആ ലിങ്ക് ഒന്ന് നോക്കിയ കണക്ഷൻ. 4000 വർഷം മുമ്പുള്ള നമ്മുടെ ആദർശ പിതാവിൽ നിന്ന് തുടങ്ങി പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ കടന്നു വന്ന് ഇപ്പൊ ഈ 2025 ഇപ്പൊ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മളിലൂടെ ആ സ്വത്ത് കെടാതെ നശിക്കാതെ
ഇന്നും പവിത്രമായി നിലനിൽക്കുന്ന നശിക്കാത്ത സ്വത്ത്, പൈതൃക സ്വത്ത്, സമ്പത്ത് ഇസ്ലാം. ഇത് നമ്മളായിട്ടും നശിപ്പിച്ചു കളയാൻ പാടില്ല. നമ്മളായിട്ടും ഇസ്ലാമിനെ കൈയൊഴിയാൻ പാടില്ല. ഈ പൈതൃകം നമ്മൾ നിലനിർത്തണം. ഓരോ ഹജ്ജും ആവർത്തിച്ച് പറയുന്നത്, ഞാനാകുന്ന മുസ്ലിമിലൂടെ, ഞാനാകുന്ന ഇബ്രാഹിമിന്റെ പിന്തുടർച്ചക്കാരനിലൂടെ, പേരക്കുട്ടിയിലൂടെ, ഇടം തലമുറയിലൂടെ എന്റെ ഉപ്പാപ്പയായ ആദർശ പിതാവ് ഇബ്രാഹിമി പിതാവിന്റെ ആദർശം നിലനിർത്തുമെന്ന്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ സന്താന പരമ്പരയിൽ നമ്മളെപ്പോലെ തന്നെ വേറെ പ്രവാചകന്മാരും വന്നല്ലോ. യാക്കൂബ് നബി അലൈഹി ഇസ്ലാം, ഇസ്രായേലി പ്രവാചക പരമ്പര, അവരും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ ഈ പാരമ്പര്യത്തിന് അവകാശികളാകണ്ടേ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയ പോലെ തന്നെ അവരും ആകേണ്ടതല്ലേ? ഈ ഒരു അവകാശവാദം അവരും ഉന്നയിക്കേണ്ട. നമ്മളുണ്ടല്ലോ അങ്ങനെയൊക്കെ, നമ്മുടെ സ്വത്തൊക്കെ പങ്കുവെക്കുമ്പോൾ അങ്ങനെ തന്നെയല്ലേ? വേറെ ഏതെങ്കിലും വകയിലൊരു അനന്തര സ്വത്തിന്റെ അവകാശം എങ്ങനെയെങ്കിലും വന്നാൽ അത് പിടിച്ചു വാങ്ങാനായിട്ട് വരൂലേ? വരും. അല്ല, നേർക്കുള്ള ഡയറക്റ്റ് ബന്ധത്തിൽ നിന്നും ഇങ്ങനെ വിച്ഛേദിക്കപ്പെട്ട, ചിലപ്പോൾ ഉപേക്ഷിക്കപ്പെട്ടു പോയ, ചിലപ്പോൾ മരണപ്പെട്ടു പോയ ഏതെങ്കിലൊക്കെ ബന്ധുക്കള് ചിലപ്പോൾ കേസ് കൊടുക്കും, സ്വത്ത് വിഭജിക്കാൻ വരട്ടെ, ഞങ്ങൾക്കും കൂടെ അവകാശപ്പെട്ടതാണ്. ഇസ്രായേലി പ്രവാചക സമൂഹത്തിന്റെ രണ്ടവകാശികളുടെ ജീവിച്ചിരിപ്പുണ്ട്. ആരാ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. രണ്ട് പ്രവാചക സമൂഹത്തിന്റെ അവശിഷ്ടങ്ങൾ ഇവിടെ ഇല്ല, അവശേഷിപ്പുകൾ. ഹസ്രത്ത് മൂസ നബി അലൈഹി ഇസ്ലാം ഈ പ്രവാചക പരമ്പരയിൽപ്പെട്ടവരാണ്. ഹസ്രത്ത് ഈസാ നബി അലൈഹി ഇസ്ലാം ഈ പ്രവാചക പരമ്പരയിൽപ്പെട്ടവരാണ്. ഈ ആദർശ പിതാവിന്റെ പ്രവാചക പരമ്പരയിലെ ഈ പൈതൃകത്തിന്റെ അനന്തര സ്വത്തിന്റെ അവകാശികളാണ്. അവിടെ അല്ലാഹ് പറഞ്ഞ എന്താണെന്നറിയോ നിങ്ങൾക്ക്? മാ കാന ഇബ്രാഹീമു യഹൂദിയൻ വലാ നസ്റാനിയൻ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രികീൻ. ഇപ്പൊ ഈ സ്വത്തിന്റെ അവകാശി എന്ന് പറയാൻ ആരാ ഉള്ളതെന്നറിയോ? മുഹമ്മദിന്റെ പിൻഗാമികൾ, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിൻഗാമികൾ മാത്രമേ ഉള്ളൂ. മാ കാന ഇബ്രാഹീമു യഹൂദിയൻ വലാ നസ്റാനിയൻ. ഹസ്രത്ത് മൂസാ നബി അലൈഹി ഇസ്ലാമയുടെയോ ഈസാ നബി അലൈഹി ഇസ്ലാമയോ പിന്മുറക്കാരായ യഹൂദരോ ക്രൈസ്തവരോ ഇബ്രാഹിമി പാരമ്പര്യത്തിൽപ്പെട്ടവരല്ല. എന്താ കാരണം? വലാകിൻ കാന ഹനീഫൻ മുസ്ലിമൻ. ഈ പൈതൃക സ്വത്ത് നിലനിർത്തുന്നവരുടെ ക്വാളിറ്റി എന്താ? അവർ ഹനീഫും മുസ്ലിമുമായിരിക്കുമെന്നാണ്. ആ ഒരു ക്വാളിറ്റി മറ്റ് രണ്ട് ആ സന്ത പ്രവാചക പരമ്പരയിലെ രണ്ട് കൂട്ടർ കളഞ്ഞു കുളിച്ചു. നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ പറയും. ഖുർആനിന്റെ ഒരു വർത്തമാനം എത്ര ആഴമുള്ളതാണെന്ന് അറിയും. എന്താ ഹനീഫുൻ മുസ്ലിമുമാകാൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾക്ക് മാത്രം അനുവാദം തന്നത്? ഇബ്രാഹിമി സന്താന പരമ്പര അവകാശപ്പെടാൻ ബാക്കി രണ്ട് പ്രവാചക പരമ്പര ഇബ്രാഹിമി പാരമ്പര്യത്തിനെതിരാണെന്ന് പറയാൻ കാരണം എന്തായിരിക്കും? എന്താ ഇബ്രാഹിമി ജീവിതത്തിന്റെ അടിത്തറ? ഒന്ന്, അദ്ദേഹം നിലനിർത്തിയ സ്ഥാപിച്ചത് തൗഹീദായിരുന്നു. പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ മാത്രമേ ആ തൗഹീദിൽ അധിഷ്ഠിതമായ ഹനീഫും മുസ്ലിമുമായി ഇന്ന് വരെ നിലകൊള്ളുന്നുള്ളൂ. ആ ഒരൊറ്റ കാരണത്താൽ രണ്ടുപേരുടെ പാരമ്പര്യവാദം ഔട്ട്. അവർക്കതിന് യോഗ്യതയില്ല, അർഹരല്ല. രണ്ടാമത്തൊരു കാരണം കൂടെ പറഞ്ഞു തരട്ടെ, അതിൻ്റെ ഒരു രാഷ്ട്രീയ വർത്തമാനം കൂടി കിട്ടും. അത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഈ ആദർശത്തിൽ നിന്നുകൊണ്ട് സാധിച്ച ജീവിതക്രമം ഏതാ?
ഒന്ന് സുരക്ഷിതത്വം, രണ്ടോ സുഭിക്ഷത. ഈ രണ്ട് പ്രവാചക സമുദായത്തിന്റെയും അനുയായികൾ തങ്ങൾ ജീവിച്ച കാലഘട്ടത്തിൽ മാലോകർക്ക് സുഭിക്ഷത തടഞ്ഞു വെച്ചു. മാലോകരുടെ സുരക്ഷിതത്വം ഇല്ലാതെയാക്കി, ലോകത്ത് സമാധാനം കെടുത്തി. സാമ്രാജ്യത്തെ സൈനിസ്റ്റ് രാഷ്ട്രീയ പിന്തുണയോടുകൂടി ലോകത്ത് ഏറ്റവും അധികം ക്രൂരതകൾ, അക്രമങ്ങൾ നടത്തുന്നത് ആരാണ്? ഈ രണ്ട് പ്രവാചകന്മാരുടെ അനുയായികളല്ലേ? നിങ്ങളിപ്പോ ഏറ്റവും ഒടുവിൽ പാലസ്തീനിൽ ലോകയുദ്ധം നടത്തിയതാരാ? അമേരിക്കയെ പോലെ, ബ്രിട്ടനെ പോലെ, ഫ്രാൻസിനെ പോലെ സാമ്രാജ്യത്തെ സൈനിസ്റ്റ് പിന്തുണയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ മതം, രണ്ട് പ്രവാചക പാരമ്പര്യങ്ങളുടെ മതം പേറിയതായിരുന്നു. അങ്ങനെ പാരമ്പര്യവാദം പറഞ്ഞുകൊണ്ട് ലോകത്ത് ക്രൂരതയും കഷ്ടപ്പാടും നടത്തുന്നവർക്ക് പിന്തുടർച്ചവകാശത്തെ ഇസ്ലാം നിഷേധിക്കുകയാണ്, തടയുകയാണ് ചെയ്തിട്ടുള്ളത്. ലോകത്തിന്റെ സമാധാനം കെടുത്തിയ നിങ്ങളെങ്ങനെ ഇബ്രാഹിമിന്റെ പാതകയിൽപ്പെട്ടവരാകും? വിശന്നിരിക്കുന്ന ലോകത്തിന് അന്നം തടഞ്ഞവർ എങ്ങനെ ലോകത്തിന്റെ ഒരു ലോക ദൈവിക പ്രകൃതിയുടെ ആദർശത്തിന്റെ പിന്മുറക്കാരായിട്ട് മാറും? ഏറ്റവും ഒടുവിൽ ഗസ പട്ടിണിയെ ഒരു യുദ്ധരീതിയായിട്ട് എടുത്ത, ഇത്ര ക്രൂരമായ മനുഷ്യരെ കൊന്ന് തള്ളി ക്രൂരമായി പീഡിപ്പിച്ചിട്ട് അത് രസിച്ച് ജീവിക്കുന്ന ഒരു സമൂഹമായിട്ട് രണ്ട് പ്രവാചക മതത്തിന്റെ അനുയായികൾ മാറുന്നുവെങ്കിൽ ആരാണ് ഇസ്രായേലർക്ക് മുഴുവൻ പിന്തുണയും കൊടുത്തുകൊണ്ടിരിക്കുന്നത്? അമേരിക്കയല്ലേ? ഒരൊറ്റ നിൽപ്പിൽ തന്നെ ഭക്ഷണത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നവരെ പോലും ക്രൂരമായി കൊല്ലുന്നത്. ബോസ്നിയയിൽ, യൂറോപ്യൻ നാടിലെ ബോസ്നിയയിലെ ചവിട്ടിയരച്ചവർ, മ്യാൻമാറിൽ, നിങ്ങൾ എടുത്തു നോക്കിക്കോ നിന്റെ കണക്കുകൾ. ലോകത്ത് രണ്ട് പ്രവാചക സമുദായത്തിന്റെ അനുയായികൾ രാഷ്ട്രീയമായ സൈനിസത്തിന്റെയും സാമ്രാജ്യത്വത്തിന്റെയും സ്വാധീനവും പിന്തുണയും കൊണ്ട് ലോകത്ത് നടത്തിയ ക്രൂരതകൾ പ്രവാചക ജീവിതത്തിന്റെ രണ്ട് അടിസ്ഥാനങ്ങൾക്ക്, സുരക്ഷിതത്വത്തിനും സുഭിക്ഷതക്കും എതിരായിരുന്നു. അവർ തൗഹീദിനെതിരായിരുന്നു. അതുകൊണ്ട് അവർ ഈ ഒരു പാരമ്പര്യത്തിൽ നിന്ന് പുറത്താണ്. ഇന്നും നമ്മൾ നിലകൊള്ളുന്നുവെങ്കിൽ മുസ്ലിം സമുദായം, ഉമ്മത്ത് മുഹമ്മദയുടെ അനുയായികൾ, പ്രവാചകൻ ഇബ്രാഹിമിന്റെ ആദർശ ഇസ്ലാമിൽ ഉമ്മത്തുൽ മുസ്ലിമിന്റെ അനുയായികളാണ് എങ്കിൽ അത് തൗഹീദ് ആദർശമാക്കി നമ്മൾ നിലനിർത്തുന്ന ഈ രണ്ട് ജീവിതക്രമത്തിന്റെ ഭാഗമാണ്. നമ്മൾ അതൊരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല. സാന്ദർഭികമായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട്, നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഈ വിഷയം അവസാനിപ്പിക്കുക. ഇന്നിപ്പോ ഏകദേശം 2020കളിൽ ഒരു കരാറ് ഇസ്രായേൽ അമേരിക്കൻ സൈനിസ്റ്റ് സാമ്രാജ്യത്തെ പിന്തുണയോടുകൂടി ഇവിടെയുള്ള അറബ് രാജ്യങ്ങളിൽ ഒരു കരാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അബ്രഹാം എക്കോഡ് എന്നാണ് കരാർ. അതായത് ഇബ്രാഹിം കരാർ, ദീനെ ഇബ്രാഹിം, ഇബ്രാഹിം ദീൻ, അതായത് ഇബ്രാഹിം മില്ലത്ത് എന്ന പേരിട്ടുകൊണ്ട് സെമിറ്റിക് മതങ്ങളായ മുസ്ലിങ്ങൾ, ക്രൈസ്തവർ, ജൂതന്മാർ അവർ കലഹിക്കുവാൻ പാടില്ല. അവർ പരസ്പരം ഒന്നായി മാറണം. ഇവിടെ യുദ്ധങ്ങൾ അവസാനിക്കണം. ഇവിടെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും പോകണം എന്നൊക്കെ ഒരു ഉപരിപ്ലവമായ വർത്തമാനങ്ങൾ നടത്തിക്കൊണ്ട് ഇവിടെയുള്ള അറബി രാജാക്കന്മാരെ സ്വാധീനിക്കുകയും അവരതിൽ ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്തിരിക്കുകയാണ്. എന്നാണ് ഇതിന്റെ അർത്ഥം അറിയൂ? എന്തിനു വേണ്ടിയിട്ടാണ് ഇസ്രായേലും അമേരിക്കയും പാലസ്തീനിൽ യുദ്ധം ചെയ്യുന്നത്? മുസ്ലിം ഭൂരിപക്ഷ ഫലഭൂയിഷ്ടമായ പ്രദേശങ്ങളെ പിടിച്ചെടുക്കാൻ പൂർണ്ണമായും അവരുടെ നിയന്ത്രണത്തിൽ ഇപ്പോൾ ആയിക്കഴിഞ്ഞു.
ഗസ ഇല്ലാതെയായിക്കൊണ്ടിരിക്കുകയാണ്. ഗസ എന്നത് ചിത്രത്തിലില്ല, ഭൂപടത്തിലില്ല. അതിന്റെ അവസാനത്തിന്റെ ശേഷിപ്പുകൾ പോലും തകർത്തുകൊണ്ട് അതിനെ പ്രതിരോധിച്ച് നിൽക്കുന്ന ഹമാസ് എന്ന സൈനിക പ്രതിരോധ സംഘത്തെ ഇല്ലാതെയാക്കിയാൽ പാലസ്തീൻ തങ്ങളുടെ വരുതിയിൽ വരികയും ലോക അറബ് രാഷ്ട്രങ്ങൾ മുഴുവൻ തങ്ങളുടെ കീഴിൽ വരുത്താൻ വേണ്ടിയിട്ടുള്ള വളരെ ആസൂത്രിതമായിട്ടൊരു കരാർ. ഈ കിഴങ്ങന്മാരുണ്ടല്ലോ, അങ്ങനെ തന്നെ പറയേണ്ടി വരും. ഖുർആൻ പറഞ്ഞല്ലോ, കഅന്നഹും ഹുസ്ബുൻ മുസന്നദ, വെറും ചാരിവെച്ച മരത്തടികൾ പോലെ, പൊള്ള മരങ്ങളെ പോലെ ഈ അറബികൾ. ആരോ പറഞ്ഞല്ലോ, അവര് ഒന്നിച്ചൊന്നും മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ ഒലിച്ചു പോകാവുന്നതേ ഉള്ളൂ ഈ ഇസ്രായേലും അമേരിക്കയൊക്കെ. ഇവരുടെയൊക്കെ ചൊൽപ്പടിക്ക് നിന്നുകൊണ്ട് ഒരു രാജ്യത്തെ പൂർണ്ണമായി, തങ്ങളെ പൂർണ്ണമായി ഇവർക്ക് വിധേയമാക്കുന്നുവെങ്കിൽ ഇവരുടെ ആദർശം കളഞ്ഞു കൊടുക്കുകയല്ല സഹോദരന്മാരെ. ഈ ഉമ്മത്തിൽ കളങ്കമായി, ഉമ്മത്തിൽ മുസ്ലിം എന്ന ഒരു പ്രവാചക പരമ്പരയുടെ ഇസ്ലാമിയത്തിന് കളങ്കം ചാർത്തുകയല്ലേ. എന്തൊരു കപടമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പാലസ്തീനിലേക്ക് തന്നെ ഭക്ഷണം കടന്നു വരാൻ വേണ്ടി ഈജിപ്തില്, അതുപോലെ തന്നെ ജോർഡാനിലൊക്കെയുള്ള അതിർത്തികൾ അടച്ചിട്ടിരിക്കുകയാണ്. ഇസ്രായേൽ പറഞ്ഞിട്ടാണ് മുസ്ലിം രാജ്യങ്ങൾ അടച്ചിട്ടിരിക്കുന്നത്. എന്താണ് പാലസ്തീൻ ഇല്ലാതെയായാൽ, പാലസ്തീൻ ഇല്ലാതെയാകണമെന്ന് തന്നെയാണ് ബഹുഭൂരിപക്ഷം വരുന്ന അറബികൾ പോലും ആഗ്രഹിക്കുന്നത്. എന്താ കാരണം? തങ്ങളുടെ ദേശീയ താല്പര്യങ്ങൾ, തങ്ങളുടെ അധികാര കൊതി, തങ്ങളുടെ സുഭിക്ഷതക്കപ്പുറം ആ ഒരു ഇസ്സത്ത്, ഒരു ഇസ്ലാമികമായ അടിത്തറ പോലും തകർത്തെറിഞ്ഞാൽ പോലും തങ്ങൾക്ക് കോട്ടം വരരുത് എന്ന് അവിടുത്തെ അറബികൾ ചിന്തിക്കുന്നു. വളരെ വിശദമായി സംസാരിക്കേണ്ടത് ഒരു വിഷയമാണ്. അങ്ങനെ ഒരു പിന്നീട് ഇൻഷാ അല്ലാഹ് പിന്നീട് എപ്പോഴെങ്കിലും ഒരു സന്ദർഭത്തിൽ അത് വിശദീകരിക്കാം. അങ്ങനെ ഒരു കരാറും കൂടെ ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താണെന്നൊക്കെ അറബികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവർക്ക് ഈ രാഷ്ട്രീയപരമായ പ്രതിരോധങ്ങളും പ്രകടനങ്ങളും ഒക്കെ ഭയങ്കര പേടിയാണല്ലോ. കാരണം അവരുടെ അധികാരം നഷ്ടപ്പെടുമെന്നുള്ളതാണ്. പലസ്തീൻ ഒരു രാഷ്ട്രമായി വന്നു കഴിഞ്ഞാൽ അത് തങ്ങൾക്ക് എതിരാകുമോ എന്നുള്ളതാണ് അവരുടെ ഭയം. അതുകൊണ്ട് ശത്രുവിന്റെ ശത്രുവിനെ കൂട്ടുപിടിച്ചിട്ട് പാലസ്തീൻ ഇല്ലാതെയാക്കാൻ ഇവരും ഒത്താശ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവരൊക്കെ കൂടി ഉണ്ടാക്കിയ ഒരു കരാറാണ് ദീനെ ഇബ്രാഹിം, ഇബ്രാഹിം മില്ലത്ത് എന്നൊരു കരാറിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു ഡ്യൂപ്ലിക്കേറ്റ്. ഇപ്പൊ നമ്മുടെ ഇവിടെ പണ്ട് അക്ബർ ചക്രവർത്തിയുടെ ദീനെ ഇലാഹി എന്നൊക്കെ പറയില്ലേ, ഈ സർവമത സത്യവാദം എന്നൊക്കെ പറയുന്ന വെറും ഡ്യൂപ്ലിക്കേറ്റ് വ്യാജ നിർമ്മിതിയാണ് ഈ ദീനെ ഇബ്രാഹിം എന്നും സാന്ദർഭികമായിട്ട് പറയുകയാണ്. നിങ്ങൾ പത്രത്തിലൊക്കെ ചിലപ്പോൾ വായിക്കും, അത് ശരിയാണല്ലോ, ഇബ്രാഹിം മില്ലത്ത് ഉണ്ടല്ലോ എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചു പോകും. അതും ഈ ഒരു ഇബ്രാഹിമി പാരമ്പര്യത്തിന്റെ ഭാഗമല്ല. ഇവിടുത്തെ സാമ്രാജ്യത്തെ സൈനിസ്റ്റ് ശക്തികൾ തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി നമ്മുടെ കൂട്ടത്തിലെ മുസ്ലിം ഉമ്മത്തിലെ മുനാഫിക്കുകളുടെ കൂടെ കൂടി ചെയ്യുന്ന രാഷ്ട്രീയ തന്ത്രമാണ് എന്ത് ദീനെ ഇബ്രാഹിം എന്ന്. കൂടെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ ഉമ്മത്തിനെ കുറിച്ച്, ഉമ്മത്തുൽ മുസ്ലിമിയെ കുറിച്ചുള്ള പഠനത്തിൽ ഒരു അറിവിന് വേണ്ടി നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്തൊക്കെ വന്നാലും വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, വലൻ തർലാൻകൽ യഹൂദു വലൻ നസാറ. ഈ ഇബ്രാഹിമും ഉമ്മത്തും ആദർശമൊന്നും പറഞ്ഞാലൊന്നും അവർ കേൾക്കൂലാട്ടോ. വത്തബിഅമില്ലതഹും, നമ്മൾ അവര് പറയണമാതിരി, ഈ അമേരിക്കയും ഇസ്രായേലും ഒക്കെ പറയണമാതിരി സാമ്രാജ്യത്ത് സയനിസ്റ്റ് താല്പര്യങ്ങൾ നമ്മൾ പിന്തുണച്ചാൽ മാത്രമേ നമ്മൾ അവരിഷ്ടപ്പെടുകയുള്ളൂ, തൃപ്തിപ്പെടുകയുള്ളൂ. ഇപ്പോൾ അറബികൾ ചെയ്യുന്ന മാതിരി നമ്മളും നമ്മുടെ ആദർശത്തെ പണയം വെക്കാതെ ഒന്നും നമുക്ക് ഇവിടുത്തെ പ്രശ്നങ്ങൾ അവസാനിക്കുകയില്ല. ഇവിടെ ഇവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അവിടെ യഥാർത്ഥ ഇബ്രാഹിമായി മാറുക എന്നതാണ്. ഓരോ ഹജ്ജും നമ്മെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്നിടത്ത്, നമ്മളെ ഉമ്മത്തുൽ മുസ്ലിമത്തെ ഇല്ലാതെയാക്കാൻ നോക്കുന്നിടത്ത്, ഇബ്രാഹിം മില്ലത്തിനെ തകർക്കാൻ നോക്കുന്നിടത്ത്, യഥാർത്ഥ ഇബ്രാഹിം മില്ലത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി യഥാർത്ഥ മുസ്ലിമായി മാറുക എന്നതാണ് ഓരോ ഹജ്ജും
നമ്മോട് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. വല ഇനി തബഅഹുവാഹും ബഅദല്ലദീ ജാഅക മിനൽ ഇൽം മാലക മിനല്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ. നമ്മൾ അള്ളാഹുവിന്റെ സഹായത്തോടു കൂടി നമ്മൾ ഈ ഒരു മില്ലത്തിനെ നമ്മൾ പിൻപറ്റുക. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ ആഹ്വാനമാണ്, വിശുദ്ധ ഖുർആനിന്റെ ആഹ്വാനമാണ്. ഖുൽ ഇന്നനി റബ്ബി ഇലാ സിറാത്തിൻ മുസ്തഖീമിൻ ദീനൻ ഖിയമൻ മില്ലത ഇബ്രാഹിം ഹനീഫൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. എൻ്റെ റബ്ബ് എന്നെ നേർവഴിയിലേക്ക് നയിച്ചിരിക്കുന്നു. ദീനൻ ഖിയമൻ, ദീൻ ഇബ്രാഹിം നബിയുടെ ദീൻ. ഖിയമൻ, ഈ പ്രപഞ്ചം നിലനിർത്തുന്ന ദീൻ. ഇബ്രാഹിം നബിയുടെ ഫിത്രത്ത് പ്രകൃതിയുടെ ഫിത്രത്താണ്, പ്രകൃതിയുടെ മതമാണ്. ആ ദീനൻ ഖിയമിൽ തന്നെ മുസ്ലിമായി നിലനിൽക്കാൻ അള്ളാഹു എനിക്ക് സൗഭാഗ്യം നൽകിയിരിക്കുന്നു. വമാ കാന മിനൽ മുശ്രിക്കീൻ. അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഈ തൗഹീദിന് വിരുദ്ധമായ ശിർക്കുകൾ സംഭവിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് ഓരോ ഹജ്ജും നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ മില്ലത്തിന്റെ ഭാഗമാകുക, ഈ പാരമ്പര്യത്തെ ഏറ്റെടുക്കാൻ ഞാൻ സന്നദ്ധനാണ് എന്ന പ്രഖ്യാപനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക. കാര്യങ്ങളെ യഥാവിധി ഉൾക്കൊള്ളുവാൻ അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ആ പ്രവാചക മില്ലത്തിന്റെ പാരമ്പര്യം നിലനിർത്തുന്ന യഥാർത്ഥ മുസ്ലിം ഉമ്മയുടെ ഭാഗമാകുവാൻ, അതിൽ നിന്ന് വ്യതിചലിച്ചു പോകാതെ സാഹചര്യത്തിന്റെ തിന്മകളുടെ സ്വാധീനത്തിൽ നിന്നും അള്ളാഹു നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.